హలో ఫ్రెండ్స్, వెల్కమ్ బ్యాక్ టు మై ఛానల్ ద లేడీ బాస్. నేను మీ మౌనిక. సో ఈరోజు వీడియో వచ్చేసి మృగయ. సో మృగయ మలయాళం మూవీ నుంచి ఈరోజు క్లైమాక్స్ సీన్కి రియాక్షన్ చేస్తున్నాను. సో సూపర్ మూవీ. సో మృగయ మూవీ వచ్చేసి 1989లో రిలీజ్ అయిన సూపర్ యాక్షన్ ఫిలిం అనమాట. సో ఈ మూవీలో మెయిన్ మమ్ముట్టి సార్ గారు, అలాగే తిలకన్ సార్ గారు అండ్ సునీత మ్యామ్ యాక్ట్ చేశారు. సో రిటర్న్ అండ్ డైరెక్టెడ్ బై ఏకే లోకితా దాస్. సూపర్ మూవీ. సో ఈ మూవీ నుంచి ఆల్రెడీ ప్రీవియస్ వీడియోలో ఒక మాస్ యాక్షన్ సీన్కి రియాక్షన్ అయితే చేసేసాను. సో ఇంకా ఎవరైనా చూడని వాళ్ళు ఉంటే ద లేడీ బాస్ ఛానల్లో మమ్ముట్టి సార్ ప్లేలిస్ట్లో ఉంటుంది, ఒకసారి చెక్ చేయండి. సో ఈరోజు వీడియో స్టార్ట్ చేసే ముందు మీలో ఇంకా ఎవరైనా ఫస్ట్ టైం మన ఛానల్ని చూస్తున్నట్లయితే ప్లీజ్ సబ్స్క్రైబ్ టు అవర్ ఛానల్ ద లేడీ బాస్. సో ఇప్పుడైతే ఇంకా లేట్ చేయకుండా మృగయ మలయాళం మూవీ నుంచి క్లైమాక్స్ సీన్ చూసేద్దాం. లెట్స్ గెట్ వాచ్ ద వీడియో. హియర్ వి గో. ആശുപത്രി കൊണ്ടുപോയിട്ട് ഫലമില്ല. പേ ഇളകിയ പിന്നെ മരണം ഉറപ്പാ. എന്നാലും അവന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി മറ്റെന്തെങ്കിലും രോഗമാണെങ്കിൽ എങ്ങനെയെങ്കിലും കൊണ്ടുപോവാ. ഇതവന്റെ നഖം കൊണ്ടാ മതി, അപ്പ പകരും. ഇളകുന്ന സമയത്ത് ഒരു ബോധം ഉണ്ടാവില്ല. ഇടയ്ക്ക് ഒരു മിനിറ്റ് ബോധം ഉണ്ടാകുമ്പോഴാ ഇതൊക്കെ വിളിച്ചു പറയണത്. എന്നെ എങ്ങനെങ്കിലും രക്ഷിക്കും. എന്റെ മോൻ അപ്പനില്ലാതാവും. എന്നെ രക്ഷിക്ക്. ബത്തേരിയിൽ ഒരു നാട്ടുവൈദ്യനുണ്ട്. അവിടെ എത്തിച്ച മൂപ്പര് മരുന്ന് തരും. മരുന്ന് കൊടുക്കാൻ പറ്റിയ ആള് രക്ഷപ്പെടും. പക്ഷേ അവിടം വരെ എങ്ങനെ കൊണ്ടുപോയി രക്ഷപ്പെടുവോ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറഞ്ഞു കേൾക്കലേ ഉണ്ടാവുള്ളൂ. അതൊക്കെ ശരി, പക്ഷെ ആര് കൊണ്ടുപോകും? ഞാൻ കൊണ്ടുപോവാ. കൊച്ചുമനാളി വണ്ടി ഇറക്ക്. നീ വെറുതെ സാഹസം ഒന്നും കാട്ടണ്ട. മനുഷ്യനല്ലേ അച്ചോ, പകരനെ അങ്ങോട്ട് പകരട്ടെ. അർണി, മാപ്പ് മാപ്പ്. സൂക്ഷിക്കണം. ഇതാ കെട്ടിക്കോ. എന്റെ നാം കൊള്ളാതെ സൂക്ഷിക്കണം. ഞാൻ കടിക്കാതെ നോക്കണേ. ഒരു തോർത്തോണ്ട. എത്താറായില്ലേ? ഇനി 30 കിലോമീറ്ററോട് കാണും. പേടിക്കണ്ട, ഒന്നും വരൂല്ല. നിർത്ത്. എന്തേ? തിരിച്ചു പോവാ. കുഞ്ഞച്ച, ഒക്കെ വെറുതെ ആയല്ലോ. ദൈവം ഇവന് ഇത്ര ആയുസ് കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞങ്ങളെ ഇത് എന്റെ ശിക്ഷയാ. അടുത്ത് ഇപ്പൊ ഞാനാവും. ഒരു കാര്യത്തിൽ കുഞ്ഞച്ചൻ ആശ്വസിക്കുന്നുണ്ടാവും. ആരും തിരിഞ്ഞു നോക്കാനില്ലായിരുന്നപ്പോൾ നീയെങ്കിലും ഉണ്ടായല്ലോ.
അല്ല മണിയറക്കട്ടില് കിനാക്കാണ് എന്താ എനക്കൊരാലോചന? നമ്മുടെ കുഞ്ഞച്ചൻ നമ്മളെ മുകളിലൊരാളുണ്ട് മോനെ, മൂപ്പരെ മറന്ന് കളിക്കരുത്. അല്ല നാളെ കല്യാണമായിട്ട് എനിക്ക് തോക്കും പിടിച്ച് അതിന്റെ അകത്ത് കുത്തിരിക്ക. ഇങ്ങോട്ട് ഇറങ്ങി പാടോ. ഇന്ന് പുലി ഒന്ന് അതിന് തോന്നിയോണം ചെയ്യട്ടെ. കല്യാണം നാളെയല്ലേ, അതങ്ങ് നടക്കും. പുലിയെ തോന്നിയോണം വിട്ടാ ശരിയാവൂല. അന്റെ ഒരു കാര്യം. എന്നാ ഞമ്മള് പോട്ടെ, അന്നമ്മന്റെ പെരയില് ഒന്ന് തല കാണിക്കണം കേട്ടാ. ആ എന്റെ പോ ഇവിടെ ഒന്നുകൂടെ കെട്ടിയത്. പന്തലിന്റെ പടിയൊക്കെ രണ്ട് തീരാറായി. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആ. കോയായത് എവിടെ ആയിരുന്നു? ഞമ്മള് പിയാപ്പളിന്റെ അടുത്തേനി ആ. ഓപ്പളും തോക്കും പിടിച്ച ഏറുമാർത്തിനോട് കുത്തിരിക്ക. വരട്ടെ. ആ ശരി ശരി ശരി. തീർച്ചയായും. ഞാൻ വീട്ടിലേക്ക് പോവാ. ആ കൊണ്ടേക്കോളൂ കൊണ്ടേക്കോളൂ. ഞങ്ങൾ പോട്ടെ. വാ, അകത്ത് വാ. വേണ്ട, നിനക്ക് സന്തോഷായില്ലേ? നീ സന്തോഷിക്ക്. നിന്റെ അനിയന്റെ ആത്മാവ് നിന്നെ ശപിക്കുന്നുണ്ടാവും. അവന്റെ ഏറ്റവും വലിയ മോഹമായിരുന്നു എന്റെ വിവാഹം. അവൻ സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടാവും. ശരിയായിരിക്കും. അവനെ കൊക്കയിൽ തള്ളിയിട്ട് കൊന്ന ആള് തന്നെ പെങ്ങളുടെ ഭർത്താവുന്നത് കണ്ട് അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ടാവും. നീ എന്താ പറഞ്ഞത്? തോമസ് കുട്ടി കൊന്നത് അയാളാ. ഞാനെന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്റെ അമ്മയാണ് സത്യം. കർത്താവേ, നിന്റെ കാര്യം കടുപ്പം തന്നെ. ഇനി ആദ്യ രാത്രി ഏറുമാടത്തിന്റെ മുകളിലാക്കോ? പുലിയുടെ കഥ കഴിഞ്ഞിട്ട് മതിയച്ചോ ആദ്യ രാത്രിയൊക്കെ. പെണ്ണ് കെട്ടാൻ സമയത്തിന് കിട്ടുവോ? വേഗം പോയി കുളിച്ച് പുതിയ കുപ്പായൊക്കെ ഇട്ട് വാടാ. എന്താ എന്നമ്മ നീ ഇപ്പോ? എനിക്ക് കല്യാണം വേണ്ടച്ചോ. ഇയാൾ എന്റെ കഴുത്തി താലി കെട്ടിയ എന്റെ തോമസ് കുട്ടിയുടെ ആത്മാവ് എനിക്ക് മാപ്പ് തരില്ല. എന്ത് മണ്ടത്തരാ നീ പറയണേ? എന്റെ തോമസ് കുട്ടിയെ കൊന്നത് ഇയാളാണ്. ഈ ദുഷ്ടൻ. ആരാ പറഞ്ഞേ ഈ നുണ? ഞങ്ങളും അത് തന്നെ ചോദിച്ചോ. നുണയാണെങ്കി പറ. ഈ കുരിശ് സാക്ഷി നിർത്തി പറ. നിങ്ങളല്ലേ എന്റെ തോമസ് കുട്ടിയെ കൊന്നത്? പറ. ശരിയാ, ഞാനാ തോമസ് കുട്ടിയെ കൊന്നത്. പോലീസ് പറഞ്ഞു മറന്നു വിളിച്ചോടി പോവില്ല.
കൈത്രേ എന്താ എന്താണ് ഈശ്വര അതിന് പേരളകിന്നാ തോന്നണം എന്റെ റബ്ബേ ബാറുണ്ണി അതിന്റെ അടുത്തേക്ക് അടിക്കുന്നത് അത് കടിക്കും കൈത്രേ വാറുണ്ണി മാറ് അടുക്കണ്ട കാലിലെടുത്ത് എറിയണ അതിനെ തീരാൻ തളിയാ പിന്നെ പട്ടിനെ വെച്ച് കടിച്ച പട്ടികളെ പേനായെ കൊല്ലണ്ടോ അതിങ്ങനെ തല്ലി ചേർന്നാ കൊല്ല നീ നിന്നെ ഒറ്റപ്പെടുത്തി അല്ലേ? പോയിക്കോ. ഭ്രാന്തനായി കണ്ടവരെയും കടിച്ച് എന്റെ മോൻ അലഞ്ഞു നടക്കണ്ട. ഞാൻ ഒറ്റക്കായി പോയല്ലോടാ. ഇതാണ് നീ എന്നെ തടുത്തത് അല്ലേ? നിന്റെ ശത്രു എന്റെ പൊന്നു മോനാണ് മിടുക്കൻ. അങ്ങനെ അച്ഛന്റെ മാത്രമാക്കണ്ട വാറുണ്ണി നാട്ടുകാരുടെ മുഴുവനാ എന്റെ കുഞ്ഞാര കട്ടേ సూపర్. వావ్, చూసారు కదా మృగయ మూవీ నుంచి క్లైమాక్స్ సీన్. సో ఇది ఇవాల్టి వీడియో.
ఈ వీడియో మీకు నచ్చితే వీడియోని లైక్ చేయండి ఫ్రెండ్స్. ఇంకా మీకు ఎలాంటి వీడియో రియాక్షన్స్ కావాలన్నది కింద కమెంట్స్లో కమెంట్ చేయండి. సో నెక్స్ట్ వీడియోలో మళ్ళీ కలుసుకుందాం. అంతవరకు టేక్ కేర్, బాయ్.